എയ്ഡഡ് സ്കൂൾ അധ്യാപകരുടെ നിയമനത്തിനുള്ള സെലക്ഷൻ കമ്മിറ്റി പാനലിൽ മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫുകളെ ഉൾപ്പെടുത്തിയത് അഴിമതിക്ക് വേണ്ടിയെന്ന് മുൻ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. എന്തിനാണ് അഡീഷണൽ സെക്രട്ടറിമാരെ ഉൾപ്പെടുത്തിയതെന്ന് സർക്കാർ വ്യക്തമാക്കണം. മന്ത്രിമാരുടെ പ്രൈവറ്റ് സെക്രട്ടറിമാരും 5 മന്ത്രിമാരുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിമാരുമാണ് സെലക്ഷൻ കമ്മിറ്റിയിൽ ഇടം പിടിച്ചത്. സംസ്ഥാനത്തെ എയ്ഡഡ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപക നിയമനത്തിനുള്ള സർക്കാർ പ്രതിനിധികളുടെ സെലക്ഷൻ കമ്മിറ്റി പാനലിൽ മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫിനെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കോടിക്കണക്കിന് രൂപയുടെ അഴിമതി നടത്തുന്നതിന് വേണ്ടിയാണ്. അധ്യാപക നിയമന പ്രക്രിയയുടെ സുതാര്യതയും നിഷ്പക്ഷതയും തകർത്ത് സ്വന്തക്കാർക്കും പാർട്ടി അണികൾക്കും പിന്മാതൽ നിയമനം ഉറപ്പാക്കാനുള്ള സർക്കാരിൻ്റെ ഗൂഢനീക്കമാണ് ഈ ഉത്തരവിലൂടെ പുറത്തു വന്നിരിക്കുന്നത്. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും സനീറ്റ ചേരുന്നുണ്ട്. സനീറ്റ, വലിയ ആക്ഷേപവും ആരോപണവുമാണ് ഉന്നയിക്കുന്നത്. നേരത്തെ തന്നെ ഇത്തരത്തിലുള്ള ഒരു തീരുമാനത്തിൽ വലിയ വിവാദം ഉണ്ടാവുകയും ചെയ്തിരുന്നു. എന്താണിപ്പോൾ വി ശിവൻകുട്ടി ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ആരോപണങ്ങൾ, വിവരങ്ങൾ? ഗൗതം, അങ്ങനെ തന്നെയാണ്. കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിൽ സംസ്ഥാനത്തെ എയ്ഡഡ് സ്കൂളുകളുടെ അല്ലെങ്കിൽ അധ്യാപകരെ നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ട് സർക്കാർ അല്ലെങ്കിൽ മന്ത്രിമാരുടെ സ്റ്റാഫ് അംഗങ്ങളെ ഇത്തരത്തിൽ ഈ അധ്യാപകരെ തിരഞ്ഞെടുക്കുന്ന പാനലിൽ ഉൾപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. ഇത് പ്രധാനമായും നമ്മുടെ നിലവിലെ മന്ത്രിസഭയിലെ നിരവധി മന്ത്രിമാരുടെ അഡീഷണൽ സെക്രട്ടറിമാരും ഉൾപ്പെടുന്നവരെയാണ് ഈ പാനലിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇതിൽ കഴിഞ്ഞ ദിവസം തന്നെ വലിയ വിവാദം ഉയർന്ന സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ ഇതിനെതിരെ ഇപ്പോൾ പ്രതിപക്ഷത്തെ നിരവധി നേതാക്കൾ രംഗത്ത് വരികയായിരുന്നു. പ്രധാനമായും കഴിഞ്ഞ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് പ്രധാനമായും ആരോപിക്കുന്നത് ഇത്തരത്തിൽ ഈ നേരിട്ട് മന്ത്രിമാരുടെ സ്റ്റാഫുകളെ ഇതിൽ നിയമിക്കുമ്പോൾ ഇതിൽ ഒരു സാമ്പത്തിക തിരിമറി നടത്താനുള്ള സാധ്യതയാണ് ഇവർ മുന്നിൽ കാണുന്നത്. അത് മുന്നിൽ കണ്ടു തന്നെയാണ് ഇത്തരത്തിൽ ഇവരെ ഈ സെലക്ഷൻ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇത് പ്രധാനമായും നമ്മൾ നോക്കിക്കാണുന്നത് മന്ത്രിമാരുടെ പ്രൈവറ്റ് സെക്രട്ടറിമാർ, 5 മന്ത്രിമാരുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിമാരെയാണ് ഈ പാനലിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇതിൽ മന്ത്രിമാരെ പേരെടുത്ത് പറയുകയാണെങ്കിൽ വിഷ്ണുദാസ്, തുളസി, അതുമാത്രമല്ല പ്രധാനമായും നിലവിലെ വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീന്റെ ഉൾപ്പെടെയുള്ള സ്റ്റാഫ് അംഗങ്ങൾ ഇതിൽ ഉൾപ്പെടുത്തിയിരുന്നു. എന്നാൽ വിവാദങ്ങൾ കടുത്തതോടെ ഇന്നലെ ഷംസുദ്ദീന്റെ മന്ത്രി ഓഫീസിൽ നിന്നും വ്യക്തമാക്കിയതനുസരിച്ച് അവരുടെ 2 പ്രൈവറ്റ് സെക്രട്ടറിമാരെ ഇതിൽ നിന്നും മാറ്റി നിർത്തുന്ന സാഹചര്യം, അല്ലെങ്കിൽ മാറ്റി നിർത്തുമെന്ന് ഇന്നലെ മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് തന്നെ വ്യക്തമാക്കിയിരുന്നു. എന്തായാലും ഈ നിയമനത്തെ തുടർന്ന് അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം വന്നിരുന്ന ഉത്തരവിനെ തുടർന്ന് വലിയ വിവാദങ്ങളാണ് ഇപ്പോൾ ഉയരുന്നത്. ഇതിൽ പ്രധാനമായും മറ്റൊരു കാര്യം ചൂണ്ടിക്കാട്ടുന്നത് ഇത്തരത്തിൽ അധിക ബാച്ചുകൾ അനുവദിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ഹയർ സെക്കൻഡറിയിൽ. ഇതിൽ പ്രധാനമായും 190 ബാച്ചുകൾ അനുവദിക്കുമ്പോൾ ഇതിൽ ഒരു ഭൂരിഭാഗം ബാച്ചുകളും അനുവദിക്കുന്നത് എയ്ഡഡ് സ്കൂളുകൾക്കാണ്. അതുകൊണ്ട് തന്നെ നമുക്കറിയാം, സ്വാഭാവികമായിട്ടും ഇത്തരത്തിൽ എയ്ഡഡ് സ്കൂളുകൾ അധ്യാപകരെ നിയമിക്കുമ്പോൾ സാമ്പത്തികമായും ഒരു ഇത്തരത്തിൽ തിരിമറികൾ അല്ലെങ്കിൽ ഇത്തരത്തിൽ ഒരു അല്ലെങ്കിൽ സാമ്പത്തികമായും പണം വാങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അത് നോക്കിക്കണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ മന്ത്രിമാരുടെ സ്റ്റാഫുകളെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വലിയ സാമ്പത്തിക തിരിമറികൾ നടക്കാൻ സാധ്യതയുണ്ട്. ഇത് തന്നെയാണ് മുൻ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയും ചൂണ്ടിക്കാട്ടുന്നത്. എന്തായാലും സംഭവം വലിയ വിവാദമായിട്ടുണ്ട്. ഗൗതം, സനീറ്റയാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും ഈ സെലക്ഷൻ പാനലിൽ മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങളെ തിരികെ കയറ്റാനുള്ള ശ്രമം അല്ലെങ്കിൽ നിയമിക്കുന്നത് അഴിമതിയിലേക്ക് വഴിതെളിക്കും എന്നതാണ് CPM-ഉം വി ശിവൻകുട്ടിയും ഉൾപ്പെടെയുള്ള ആളുകൾ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട വിമർശനം.